ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബനാന പാൻ കേക്കാണ്. ഓക്കെ, ഇത് തന്നെയാണ് ഇതിൻ്റെ കറക്റ്റ് പേരൊന്നും എനിക്കറിയില്ല. ഞാൻ ഇതിന് മുമ്പ് കണ്ടിട്ടുള്ള വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സാധനമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആ സാധനം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാനിന്ന് കാണിച്ചു തരാം. ഓക്കെ, അത് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നും പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബിലേക്ക് ഷെയർ ചെയ്യാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് മൈദ മാവാണ്. നമ്മൾ കുറച്ചാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് അതിനനുസരിച്ച് കുറച്ച് മാത്രം മൈദ മാവ് എടുത്താൽ മതി. നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് മാവ് എടുക്കുക. ഓക്കെ, എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിടുക. അതിനുശേഷം പഞ്ചസാര, ഒരു സ്പൂണ് പഞ്ചസാര, ഒരു സ്പൂൺ വേണ്ടി വരില്ല, ഒരു അര സ്പൂൺ, അതൊരു മൊരിയും പൊരിക്കും ഒരു ക്രിസ്മസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര കൂടെ ചേർക്കുന്നത്. ഓക്കെ, അല്ലാതെ മധുരത്തിന് വേണ്ടിയിട്ടല്ല, ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും ചെറിയൊരു. ഇനി ഇതിനെ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ലൂസാവരുത്, നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ കുഴക്കത്തില്ല അതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് എടുക്കുക. അപ്പോൾ ഇത് ഈ പരുവം വരെ, അതായത് ഈ തൊടുമ്പോൾ ഇങ്ങനെ ഒട്ടാത്ത പരുവത്തിൽ വരെ ആക്കി കുഴച്ചെടുക്കുക. ഓക്കെ, കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്ങിന് വേണ്ടി നമുക്ക് പഴം ആവശ്യമുണ്ട്, മുട്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഒരു 3 പഴം എടുക്കാം. 3 പഴം ഏത്തനാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴം എടുക്കാം, അതെടുക്കുന്നത് അത്രയും നല്ലത്. അപ്പോൾ ഇതിനെ ഇനി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇതുപോലെ ഈ 2 പഴവും കൂടി അരിഞ്ഞെടുക്കാം. ഓക്കെ, ഇനി ഇതിനെ ഈ ബൗളിലോട്ട് എടുത്തിടാം. ഇനി ഇതിൽ ഒരു 5 മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഇതിൽ ആവശ്യത്തിന് നമ്മൾ ഓംപ്ലേറ്റൊക്കെ അടിക്കുമ്പോഴത്തെ അതിനുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഒരല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. മഞ്ഞ ഉടഞ്ഞ് കലങ്ങി കിട്ടാൻ കണക്കിന് ഒന്ന് കലക്കിയെടുക്കാം നല്ല രീതിയിൽ. നമുക്കിനി അടുത്ത് പാത്രം നമുക്ക് ഇത് വേവിച്ചെടുക്കേണ്ട പാത്രം സെറ്റ് ചെയ്തിട്ട് പരത്തി ചുട്ടെടുക്കാം, അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുപ്പിൽ തീ കത്തിച്ച് വെച്ചിട്ടുണ്ട്, ചെറിയ തീയിൽ വയ്ക്കണം. അപ്പോൾ ഈ ദോശക്കല്ലൂടെ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഓരോ ചെറിയ ബോളായിട്ട് ഈ മാവിനെ പരത്തി എടുക്കാം. ഓക്കെ, ആദ്യം നമുക്കൊന്ന് പരത്തി എടുക്കാം, അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ ചെയ്യും. എത്രത്തോളം നൈസായിട്ട് പരത്തിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം നൈസായിട്ട് പരത്തിയെടുക്കണം. കല്ല് ചൂടായിട്ടുണ്ട്, നമുക്കിതിനെ എടുത്ത് ഇട്ട് നോക്കാം. ഇടാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ പാടില്ല, നല്ല കനം കുറച്ചാണ് ഞാൻ ഇത് ചെയ്തത്. ഉണ്ടാരം പിടിക്കാനായിട്ട് അടച്ചു വയ്ക്കേണ്ട തന്നെ മാവ് ഇവിടെ. അപ്പോൾ ആദ്യത്തെ ദൗത്യം പാളിയതുകൊണ്ട് ഞാൻ മാവ് കുറച്ചുകൂടെ കൂടുതലെടുത്തിട്ടുണ്ട്, 2-3 ഉണ്ടാക്കാൻ കണക്കിന്. പിന്നെ ഈ മൈദാ മാവിൻ്റെ പൊടി തന്നെ കുറച്ച് തൂറ്റി അതിൽ പരത്തിയെടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. വേണമെങ്കിൽ മാവിട്ട് പരത്താം, അല്ലാന്നുണ്ടെങ്കിൽ എണ്ണ ഇട്ട് പരത്താം. ഞാൻ മാവിട്ട് പരത്തുന്നുള്ളൂ. മാവാകുമ്പോൾ പെട്ടെന്ന് ഒട്ടത്തില്ല. ഇത് വീശ അറിയാമെന്നുള്ളവർക്ക് അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. എനിക്ക് വീശ അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. ഇവിടെ ഇതാക്കണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഇങ്ങനെ തൂക്കി പിടിച്ചിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് നെടുകി കിട്ടും സാധനം. ഇനി ഇതിനെ ഇങ്ങനെ സെൻറ്റർ എണ്ണയൊക്കെ എല്ലായിടത്തും ആവാൻ കണക്കിന് വെച്ചിട്ട് എടുത്തങ്ങ് വിരിക്കുക. അതിനുശേഷം വെച്ചിരിക്കുന്ന ഓംപ്ലേറ്റിൻ്റെ കുറച്ച് അതിലൊഴിക്കുക. ഇല്ലാത്തടത്തൊക്കെ ഓരോ പഴം കൂടെ വെച്ച് കൊടുക്കുക. ഓക്കെ, അടപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് വെച്ച് മൂടി വയ്ക്കാം. ഓക്കെ, അപ്പോൾ അടുത്തതിനും കൂടെ നമുക്ക് പരത്തി വയ്ക്കാം. എപ്പോഴേക്കും അതും വേഗം അടുത്തതിന് റെഡി ആക്കാം. ഓക്കെ, ചെറുതായിട്ടും മതി.
അപ്പോൾ നമ്മൾ ഈ പലഹാരം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇത് പക്ഷേ വീശ അറിയാമെന്നുള്ള, അതായത് ബെറോട്ടയ്ക്ക് മാവ് കുഴക്കില്ല, അതുപോലെ വീശ അറിയാമെന്നുള്ളവർക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും, നല്ല രീതിയിൽ ഉണ്ടാക്കാനും പറ്റും. എനിക്കതറിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത്. ഓക്കെ, ഞാൻ അതെന്തായാലും കഴിച്ചു നോക്കട്ടെ, കഴിച്ചു നോക്കിയിട്ട് പറയാം. ടേസ്റ്റ് കൊള്ളാം, പക്ഷെ ഭയങ്കര ടേസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല. കുഴപ്പമില്ലെന്ന് പറയാൻ പറ്റും. വളരെ ഭയങ്കരപ്പെട്ട ഒരു ആഹാരം എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഏത് ദിവസം യൂട്യൂബിൽ ചില വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്, ചൈനീസ് വീഡിയോസൊക്കെ കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഓക്കെ, കുഴപ്പമില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിയാൽ, ഞാൻ ഉണ്ടാക്കി നോക്കണം എന്നൊന്നും നിർബന്ധിക്കില്ല. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ ഞാൻ വരും. ഞാൻ നിജു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യലേക്ക് ഷെയർ ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. ഓക്കെ, ബൈ.